കോഴിക്കോട് സ്പെഷ്യൽ ഐസ് വരട്ടി. എന്തിനാണ് അതിന് പറയാ? ഐസ് ഐസ് വരട്ടി. ചൊരണ്ടി ഐസ്. ഇത് ഇവിടെ എലന്തപ്പഴം തന്നെയാണ് കേട്ടോ പറയാം. ലേശം മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഈ സാധനം കഴിക്കാൻ. അപ്പൊ ഇതാണ് കല്ലുമ്മക്കായ നിറച്ചത്. ഇറച്ചിയുടെ ടേസ്റ്റ് അറിയുന്നേല്ലേ, ആ മസാലയുടെ ടേസ്റ്റ് അറിയുന്നത്. കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് ബീച്ചിലാണ്. അത്ര ഏകദേശം ഒരു 11 സമയമുണ്ട് കേട്ടോ. നമ്മൾ കോഴിക്കോട് സിറ്റിയിലേക്ക് വന്നേക്കാണ്. മെയിൻ കോഴിക്കോട് ബീച്ചാണ് ഇത്. അപ്പം നൈറ്റ് ലൈഫ് ഈ ഒരു സമയത്ത് 11:30 സമയത്തൊക്കെ ഇതേ കണ്ടമാന ജനങ്ങളാണ് കേട്ടോ. ഇന്നൊരു സൺഡേ ആണ്. ഒരുപാട് ആളുകളുണ്ട് അവിടെ. കൊച്ചി പോലൊക്കെ തന്നെ. ഇതൊന്ന് കൊച്ചിനെക്കാട്ടി ഇത്രയ്ക്കധികം ആളുകൾ കൊച്ചിയിൽ ഇല്ലെന്ന് തോന്നണേ. അപ്പോൾ എന്താ പറയുക, കോഴിക്കോട് നൈറ്റ് ലൈഫ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ആളുകൾ അടിക്കുമെന്നറിയില്ല. നമുക്കിവിടെ ഈ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ നടന്ന് എല്ലാം കണ്ട് എൻജോയ് ചെയ്തിട്ട് പോവാം. ഇവിടുത്തെ കോഴിക്കോട് ബീച്ചിലായിട്ട് ഹൈലൈറ്റ് നമ്മളെ കോഴിക്കോട്. അപ്പം എൻ്റെ കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ട്, ചേച്ചിയും പിള്ളേരും ഒക്കെ ഉണ്ട് ഇവിടെ. രാത്രി കാരണം ഒന്നും കാണില്ല കേട്ടോ. പിന്നെ ഗോപ്രോണ്, അത്ര നൈറ്റ് വ്യൂ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല ഗോപ്രോ എടുത്ത് കഴിഞ്ഞാൽ. ആ ഭാഗത്തൊക്കെ എന്തോരം എനിക്ക് തോന്നുന്നു കുറേ കടകളും ഇതുപോലുള്ള കുറേ അധികം പരിപാടികളോടെ ഉണ്ടാവും കേട്ടോ. എന്തോരം ആൾക്കാരാന്നറിയോ. സത്യം പറഞ്ഞാൽ ക്യാമറ എടുത്ത് വീഡിയോ എടുക്കാൻ പോലും പറ്റില്ല. ഇത് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും. ഫാമിലി ആയിട്ട് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇതുപോലുള്ള കുറേ സ്റ്റാച്യൂസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. സ്റ്റാച്യൂസ് എന്ന് പറയാൻ പറ്റില്ല, വെറൈറ്റി സ്തൂപം പോലത്തെ സംഭവങ്ങൾ. ഇവിടെ ഐ ലവ് കോഴിക്കോട് വേറൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കാണില്ല. ഈ ഒരു ഏരിയ ഫുള്ള് കണ്ട ചെറിയ ചെറിയ തട്ടുകടകൾ പോലെ അല്ലേ, ഫുള്ള് കംപ്ലീറ്റ് ഇതാണ് കേട്ടാ. ഉപ്പിലിട്ടത്, പിന്നെ സ്നാക്സ് സാധനങ്ങൾ ഒരുപാട് കണ്ടോനം കേട്ടോ. ഇതുണ്ടോ പ്ലാസ്റ്റിക്കിന്റെ കുപ്പി കൊണ്ട് വഞ്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നേരത്തും കുതിര റൈഡൊക്കെ ഉണ്ട്, ഐസ്ക്രീം എല്ലാ സംഗതികളും ഉപ്പിലിട്ടത്. പിന്നെ എന്നിട്ട് ഐസ് വരട്ടിയാ, കോഴിക്കോട് സ്പെഷ്യൽ ഐസ് വരട്ടി. എന്തിനാണ് അതിൽ പറയാ? ഐസ് ഈശ്വര ഐസ് വരട്ടിയോ, സോറി കോഴിക്കോടുകാരെന്ന് ചൊരണ്ടി ഐസ് എന്തെങ്കിലും ആവട്ടെ. അപ്പൊ അതും എല്ലാ സംഗതികളും ഇവിടെ കിട്ടും. ഇത്രയ്ക്കധികം ഷോപ്പുകളുണ്ട് അവിടെ. കുഞ്ഞു കുഞ്ഞു തട്ടുകൾ, എന്താ പറയാ, തട്ടുകടകളുണ്ട്. കേശോ ഉപ്പിലിട്ട് നോക്കിയേ. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ടത് എന്തെങ്കിലും കഴിക്കാതെ വെച്ചു. ക്യാരറ്റ് ഉണ്ട്, മാംഗോ ഉണ്ട്, നെല്ലിക്ക ഉണ്ട്, ഏലന്തപ്പഴം ഉണ്ട്. ഇതെന്താണ് ഇത്? മാങ്ങ. ഇതാണ് ഏലന്തപ്പഴം എന്ന് പറയുന്നത്. ഞാൻ കണ്ടെടുത്തത്. ഇത് ഇവിടെ ഏലന്തപ്പഴം തന്നെയാണ് കേട്ടോ പറയാ. ലേശം മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഈ സാധനം കഴിക്കാൻ.
അത് ഫ്രീയാ ചമ്മന്തി? അപ്പൊ നമ്മളതും കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെ നടക്കുന്നത്. ആ അറ്റത്തൊക്കെ ഇതുപോലുള്ള കടകളാണ് കേട്ടോ. അയ്യോ നല്ല രസമുണ്ടല്ലേ കത്തിൽ കാണാനായിട്ട്. അവിടെ കല്ലുമ്മക്കായ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം കല്ലുമ്മക്കായ പൊരിച്ചത് എന്നൊക്കെ പറയില്ലേ, അത് ദേ ഇവിടെ ഉണ്ട്. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാധനം കണ്ടോ, ഇതാണ്ട കല്ലുമ്മക്കായ. ഞാൻ എന്നാ ഒരു സാധനം കഴിച്ചിട്ടില്ല. അതുപോലെ കണ്ടിട്ട് ഇതെന്തൊരു സാധനം, കാടമുട്ട ഫ്രൈ റോസ്റ്റാ. ഫ്രൈ ചെയ്യാൻ കോളിഫ്ലവറിൻ്റെ അപ്പൊ ഇതാണ് കല്ലുമ്മക്കായ നിറച്ചത്. വേണ്ടേ ചേച്ചിക്ക് വേണ്ടോ? ഞാൻ ഒരു സാധനം കഴിച്ചിട്ടില്ലേ. അത് ഇതിൽ മസാല ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. പൊട്ടിച്ച ഇറച്ചിയുടെ ടേസ്റ്റ് അറിയുന്നേല്ല, മസാലയുടെ ടേസ്റ്റ് അറിയണല്ലോ. കാടമുട്ട ഫ്രൈ കാടമുട്ട ഫ്രൈ ചെയ്തത് സമയം 12 മണി ആയിട്ടാ. നമുക്ക് ഇനി ആ അറ്റത്തോടെ നടന്നിട്ട് കണ്ടിട്ട് വരാം. എന്നാലും ഇവിടെ 12 മണി ആയാലും എന്തോരം ആൾക്കാരാ. അല്ലോ കടലിലിറങ്ങണ വേണ്ട. നമ്മള് തിരിച്ച് നടക്കുകയാണ്. സമയം ഇപ്പോൾ 1 മണി ആയിട്ടുണ്ട് കേട്ടോ. 1 മണി ആയാലും എന്തോരം ആൾക്കാരാന്നറിയോ. രാവിലെ നമ്മള് ബേപ്പൂര് എന്താ ഹാർബർ വരെ കൂട്ടാം. ഹാർബറിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അറിയില്ല. നേരത്തെ എനിക്കാച്ചെങ്കിലും പോകും. കോഴിക്കോടൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തു. 1 മണി ആവാറായി. 1 മണി ആയി. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് കുറേയൊക്കെ ഓഫ് ചെയ്തു. വിയർ ഹെഡ്സെറ്റ് വെച്ചിട്ട് വീഡിയോ കാണുന്നൊരു പരിപാടിയാണ് കേട്ടത്. അതിൻ്റെ ഉള്ളിൽ കൂടെ എന്തൊക്കെയാണ് കാണുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതുപോലത്തെ കുറേ ടീമുകാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ നാളെ പുലർച്ചെ 5 മണി സമയത്ത് ഹാർബറിൽ പോകുന്നതാണ്. അവിടെ എന്തിലേറെ പരിപാടി? അവിടെ തന്നെയാണോ? ഇതുപോലുള്ള മ്യൂസിക് ബാൻഡുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കണ്ടു കേട്ടോ. സ്നാക്സ് കറികൾ ചായയൊക്കെ ഉണ്ട് കേട്ടോ.
മേടിക്കണേന്ന് മനസ്സിലാവില്ല സാധനം വെച്ചിട്ട്. നമ്മുടെ കോഴിക്കോട് നിന്ന് ഇവിടെ എഴുതി വെച്ചതൊക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാ. അപ്പൊ നമ്മള് കോഴിക്കോട് വന്നപ്പോൾ അൺഎക്സ്പെക്റ്റഡായിട്ട് ബീച്ചിലേക്ക് വന്നതാണ്. ഭയങ്കര ഡാൻസ് കേട്ടോ, ഡാൻസ്. ഇവിടെ മുതലാണ് നമ്മുടെ ബീച്ചിന്റെ സ്റ്റാർട്ടിങ് നടന്നത്. അവിടെയാണ് സ്വീറ്റ് കോണാണ്, ബട്ടറും അതുപോലെ പെപ്പർ വെളിച്ചെണ്ണയ്ക്കുണ്ട്.